കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് റിയാക്ട് കമ്പോണൻറ്റിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് റീയൂസ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഡിഫോൾട്ട് എക്സ്പോർട്ട്, എന്താണ് നെയിംഡ് എക്സ്പോർട്ട് എന്നാണ്. ഹെഡർ ഫയലിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും റിയാക്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് റെഗുലറായിട്ടാണ്. പക്ഷേ ചില ഇമ്പോർട്ടുകൾ വരുന്നത് കേളി ബ്രേസസിനകത്താണ്. ഫോർ എക്സാമ്പിൾ റിയാക്റ്റിൻ്റെ യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഹുക്ക്. ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നതെല്ലാം നെയിംഡ് എക്സ്പോർട്ട്സ് ആയിരിക്കും. സോ ഇത് രണ്ടും എന്താണെന്നും നമ്മൾ റെഗുലറായിട്ട് വരുത്താൻ ചാൻസ് ഉള്ള മിസ്റ്റേക്ക് എന്താണെന്നും അതെങ്ങനെ ഒഴിവാക്കാമെന്നും ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ റിയാക്റ്റിലൊരു കമ്പോണൻറ്റിനെ ഡിഫോൾട്ടായിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പം അതായിരിക്കും അതിൻ്റെ പ്രൈമറി വാല്യൂ. സോ എന്ത് നെയിം ഇട്ട് വിളിച്ചാലും ഈ കമ്പോണൻ്റ് അവിടെ വരും. ഞാൻ ഇത് യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ app.jsനകത്ത് നമ്മൾ എനി നെയിം എന്ന് കൊടുത്തിട്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്യാണ്. താഴെ ഒരു എറർ കാണും, ബിക്കോസ് നമ്മൾ ഹെഡർ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തിട്ടില്ല. ഹെഡറിനെ മാറ്റിയിട്ട് എനി നെയിം എന്ന് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. വീണ്ടും റീയൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം വീണ്ടും വരുന്നുണ്ട്. സോ ഡിഫോൾട്ട് എക്സ്പോർട്ട്സിനെ നമ്മൾക്ക് എന്ത് നെയിം ഇട്ട് വേണമെങ്കിലും മേടിക്കാം. ഇനി നമ്മൾക്ക് ഇതിനെ ഒരു നെയിംഡ് എക്സ്പോർട്ടായി മാറ്റി നോക്കാം. സോ ഈ എക്സ്പോർട്ട് ഡിഫോൾട്ട് എന്ന് പറയുന്നത് കളഞ്ഞിട്ട് ഈ കോൺസ്റ്റിൻ്റെ മുമ്പായിട്ട് എക്സ്പോർട്ട് എന്ന് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു നെയിംഡ് എക്സ്പോർട്ടായി മാറി അല്ലേ. ഈ സേവ് ചെയ്യുന്നു, നമ്മൾ app.jsൽ പോയിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടെ നമ്മൾ ആ എക്സാക്റ്റ് നെയിം കൊടുക്കണം. അത് മാത്രമല്ല അതൊരു കേളി ബ്രേസസിനകത്ത് കൊടുക്കാൻ വേണം, എന്നാലേ വർക്കാവും. നമ്മളത് കേളി ബ്രേസസിനകത്ത് കൊടുക്കാത്തത് കൊണ്ട് ആ എറർ കാണിക്കുന്നത് കണ്ടില്ലേ. സോ നമുക്കതിനെ കേളി ബ്രേസസിനകത്ത് കൊടുത്തു നോക്കാം. എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് വർക്കാവും. അത് വേണമെങ്കിൽ ഒന്നുകൂടെ റീയൂസ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഹെഡർ എന്ന് പറയുന്ന പേര് വേണ്ട, ഇതിന് ഒരു നെയിംഡ് എക്സ്പോർട്ടിനെ തന്നെ നിങ്ങൾക്ക് വേറൊരു നെയിമിൽ കൊടുക്കണമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ മൈ ഹെഡർ എന്ന് വിചാരിക്കുക. ഞാനിവിടെ ഹെഡർ ആസ് മൈ ഹെഡർ എന്ന് കൊടുത്താൽ മതി. സോ ഹെഡറിനെ ഇമ്പോർട്ട് ചെയ്തു, അതിന് ഞാൻ വേറൊരു പേര് കൊടുത്തു, എന്നിട്ട് ഞാൻ അതിനെ വീണ്ടും റീയൂസ് ചെയ്യാണ്. സോ നെയിംഡ് എക്സ്പോർട്ട്സിനെ നമ്മൾ കോൾ ചെയ്യുമ്പം കേളി ബ്രേസസിനകത്ത് തന്നെ കോൾ ചെയ്യണം. ചേഞ്ച് ചെയ്യണമെങ്കിൽ മാത്രം ആസ് എന്നിട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിന് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ഡിഫോൾട്ട് എക്സ്പോർട്ടും നെയിംഡ് എക്സ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം. താങ്ക്സ് ഫോർ വാച്ചിങ്.